റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ നാളെ സ്പെയിനും അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടുകയാണല്ലോ. ഇത്തവണത്തെ ബാലൻഡ്യൂർ പുരസ്കാരം സ്പാനിഷ് താരത്തിന് കൊടുക്കണം, ഒരു 19-കാരനായ യുവതാരത്തിന്. പക്ഷേ അത് ലമീൻ യമാലിനല്ല, മറ്റൊരു യുവതാരത്തെ ചൂണ്ടിക്കാണിക്കുന്നു. സ്പോർട്ട് ന്യൂസ് പേപ്പറിൻ്റെ ജേർണലിസ്റ്റായിട്ടുള്ള, അവരുടെ എഡിറ്ററായിട്ടുള്ള ഹ്യൂഗോ സോച്ചിയ. സ്പാനിഷ് മാധ്യമത്തിൻ്റെ എഡിറ്ററും ഫുട്ബോൾ നിരീക്ഷകനുമായ സോച്ചിയ പറയുന്നത്, മികച്ച കോച്ചിനുള്ള പുരസ്കാരം ലൂയിസ് ഡി ലാഫ്യൂൻ്റെക്കും മികച്ച താരത്തിനുള്ള ബാലൻഡ്യൂർ പുരസ്കാരം പൗ കുബാർസിക്കുമാണ് കൊടുക്കേണ്ടത് എന്നാണ്. അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. 2006 വേൾഡ് കപ്പ് നേടിയത് ഇറ്റലിയാണ്. അന്ന് ഇറ്റലിയുടെ ഡിഫൻഡർ ഫാബിയോ കന്നോവരക്കാണ് ബാലൻഡ്യൂർ കൊടുത്തത്. അതുപോലെയുള്ളൊരു പ്രകടനമാണ് കുബാർസി നടത്തുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ നോക്കുകയാണ് എന്താണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. അദ്ദേഹം പറയുന്നു, ഇന്ന് സ്പെയിനിൻ്റെ ലോക്കർ റൂം നോക്കിയാൽ തീർച്ചയായിട്ടും യങ്ങർ ആയിട്ടുള്ള പ്ലെയേഴ്സ് കൂടുതൽ വ്യത്യസ്തമായ റോളുകൾ വഹിക്കുന്നുണ്ട്. പൗ കുബാർസി നിങ്ങൾക്ക് അവന് 30 വയസ്സുണ്ട് നമുക്ക് തോന്നും, ആളെ കണ്ടാൽ, അവൻ്റെ പ്രകടനവും പ്രവർത്തനവും ഒക്കെ കണ്ടാൽ. പക്ഷേ ഇൻ റിയാലിറ്റി ഹി ഈസ് സ്റ്റിൽ എ ടീനേജർ. ഹി ഈസ് ഹാവിങ് അമേസിംഗ് വേൾഡ് കപ്പ് വർത്തി ഓഫ് ആൻ അവാർഡ്. ഒപ്പം തന്നെ മറ്റൊരു ഡിഫൻഡർ റെക്കഗ്നേഷൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്, ഐമറിക് ലാപ്പോർട്ട്. 2006 വേൾഡ് കപ്പ് നിങ്ങൾ ഓർക്കുന്നില്ലേ? വോൾ കോൾഡ് കന്നവരോ അതിമനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്തു. പിന്നീട് എൻ്റർ പ്ലാനറ്റ് അദ്ദേഹത്തിൻ്റെ പേര് ചാൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിനാണ് ബാലൻഡ്യൂർ കിട്ടിയത്. വൈ നോട്ട്? അതാണ് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നത്. എന്തുകൊണ്ട് പൗ കുബാർസിക്ക് ഇത്തവണത്തെ ബാലൻഡ്യൂർ കൊടുത്തുകൂടാ? നമ്മുടെ ടീം ന്യൂയോർക്കിൽ കിരീടം ചൂടുകയാണെങ്കിൽ ലൂയിസ് ഡി ലാഫ്യൂൻ്റെ ആ ഒരു അവാർഡ്, അതായത് മികച്ച കോച്ചിനുള്ള പുരസ്കാരം, യോഹാൻ ക്രൈഫ് ട്രോഫി സ്വന്തമാക്കും. അതുപോലെ പൗ കുബാർസി ബാലൻഡ്യൂർ സ്വന്തമാക്കും. ഇത് രണ്ടും നമ്മൾ ആഗ്രഹിച്ചാൽ ആർക്കും തെറ്റു പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇതിനേക്കാൾ വെൽ നോൺ കോച്ചസ് ഉണ്ടാവാം, ഇതിനേക്കാൾ ഗലാക്റ്റിക് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ടാകാം. പക്ഷേ ഈ രണ്ടുപേരും, ലൂയിസും പാവും, റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പാത്തുണ്ട്. ആ സ്പോർട്സിൻ്റെ പാത്ത് അത് എന്തായാലും എപ്പോഴും നമ്മളെ ടോപ്പിൽ തന്നെ നിർത്തും എന്നുകൂടി സോച്ചിയ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.